എലാരയും മന്ത്രിക്കുന്ന വനവും. എലാര എന്നൊരു യുവതിയുണ്ടായിരുന്നു. അവളുടെ ഹൃദയം അതിരുകളില്ലാത്ത ഒരു പൂന്തോട്ടം പോലെയായിരുന്നു. ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിൽ പ്രവേശിക്കാം. അവളുടെ സ്നേഹവും സമയവും ഊർജവും അതിലെ പൂക്കളെപ്പോലെ ആർക്കു വേണമെങ്കിലും പറിച്ചെടുക്കാമായിരുന്നു. അവളെല്ലാം സന്തോഷത്തോടെ നൽകി. കാലം കടന്നുപോയി. എലാരയുടെ പൂന്തോട്ടത്തിലെ ചെടികൾ വാടിത്തുടങ്ങി. നിറങ്ങൾ മങ്ങി, പൂക്കൾ കൊഴിഞ്ഞു. ഒന്നും നൽകാതെ എല്ലാം സ്വീകരിച്ചവർ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾ തനിച്ചായി, അവളുടെ ഹൃദയം ശൂന്യമായി. ഒരു ദിവസം തന്റെ വാടിയ പൂന്തോട്ടത്തിൽ നിന്നും അവൾ ദൂരേക്ക് നടന്നു. ഒടുവിൽ നിഗൂഢവും ശാന്തവുമായ ഒരു വലിയ വനത്തിന്റെ മുന്നിലെത്തി. അവിടെ നിന്ന് ഒരു പ്രത്യേക ഊർജ്ജം പ്രവഹിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ വനത്തിലേക്ക് കാലെടുത്തുവെച്ചു. അവിടുത്തെ കാറ്റിന് ഒരു പ്രത്യേക തണുപ്പുണ്ടായിരുന്നു. ഒരു അരുവി അതിന്റെ അതിരുകൾ ലംഘിക്കാതെ ശാന്തമായി ഒഴുകി നീങ്ങുന്നത് അവൾ കണ്ടു. അതിന്റെ കരയിലുള്ള മരങ്ങൾ തഴച്ചു വളർന്നിരുന്നു. അവൾ ഒരു പുരാതനമായ മരത്തെ കണ്ടുമുട്ടി. അതിന്റെ ഇലകളുടെ മർമ്മരം അവളോട് സംസാരിച്ചു. എന്റെ വേരുകൾ ആദ്യം എനിക്കുവേണ്ടി വെള്ളവും വളവും കണ്ടെത്തുന്നു. ഞാൻ ശക്തനായതിനുശേഷം മാത്രമേ മറ്റുള്ളവർക്ക് തണലും ഫലങ്ങളും നൽകുന്നുള്ളൂ. എന്റെ ശക്തി എന്റെ അതിരുകളാണ്. അരുവി അവളോട് മന്ത്രിച്ചു. എന്റെ തീരങ്ങളാണ് എന്റെ ശക്തി. അവയില്ലെങ്കിൽ ഞാൻ സർവ്വതും നശിപ്പിക്കുന്ന ഒരു പ്രളയമായി മാറും. ഈ അതിരുകൾ എനിക്കൊരു തടവറയല്ല, എന്റെ വഴികാട്ടിയാണ്. ദൂരെ തലയുയർത്തി നിൽക്കുന്ന ഒരു പർവ്വതത്തെ അവൾ കണ്ടു. കാറ്റും മഴയും അതിനെ തല്ലിയൊതുക്കാൻ ശ്രമിച്ചെങ്കിലും അത് കുലുങ്ങിയില്ല. അതിന് അതിന്റെ വലുപ്പവും ശക്തിയും അറിയാമായിരുന്നു. അത് ആകാശമാകാനോ താഴ്വരയാകാനോ ശ്രമിച്ചില്ല. അത് പർവ്വതമായി തന്നെ നിലകൊണ്ടു. എലാര എല്ലാം തിരിച്ചറിഞ്ഞു. ശരിയായ സ്നേഹവും സഹായവും ശൂന്യതയിൽ നിന്നല്ല, പൂർണ്ണതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നൽകണമെങ്കിൽ ആദ്യം സ്വന്തമായി ഉണ്ടാകണം. അതിരുകൾ മറ്റുള്ളവരെ അകറ്റി നിർത്താനുള്ള മതിലുകളല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള വേലികളാണ്. അവൾ തന്റെ ലോകത്തേക്ക് മടങ്ങിവന്നു. തന്റെ ഹൃദയമാകുന്ന പൂന്തോട്ടത്തിനു ചുറ്റും അവൾ ഭംഗിയുള്ള ഒരു വേലി കെട്ടി. ഒരു വഴിയാത്രക്കാരനായ ഗഫൂർ അവളുടെ ഈ മാറ്റം ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പ്രവൃത്തിയിൽ അയാൾക്ക് കൗതുകവും ബഹുമാനവും തോന്നി. അവളുടെ പൂന്തോട്ടം എന്നത്തേക്കാളും മനോഹരമായി. ഒരു ദിവസം ഗഫൂർ അവളുടെ അടുത്തേക്ക് വന്നു. അയാൾ പൂക്കൾ ചോദിച്ചില്ല, പകരം ചോദിച്ചു, ഈ പൂന്തോട്ടത്തിന്റെ ഭംഗി നിന്നോടൊപ്പം എനിക്കും ആസ്വദിക്കാൻ അനുവാദമുണ്ടോ? എലാര പുഞ്ചിരിച്ചുകൊണ്ട് അവനുവേണ്ടി ഗേറ്റ് തുറന്നു. യഥാർത്ഥ ബന്ധങ്ങൾ ആവശ്യപ്പെടുന്നവയല്ല, പരസ്പരം ബഹുമാനിക്കുന്നവയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു.